ആദ്യം ഇവരെ ലാൻഡ് ഇതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യും. ഇത് എത്ര എങ്ങനെ ഏത് ടൈപ്പ് കസ്റ്റമറാണ് വരുന്നത്, ആരൊക്കെ വരുന്നത്, ഏത് ഏജിലുള്ള കുട്ടികളായിരിക്കും കൂടുതൽ വരുന്നത്, ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കും നമ്മുടെ അവർക്ക് സജഷൻ ചെയ്യാം. ഇന്ന് എക്യുപ്മെൻ്റ് വെക്കേണ്ടത്, ഇന്ന ഏരിയയിൽ വെക്കണം. റിസോർട്ടിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ട് പോയിട്ട് പ്ലേ ഏരിയ സെറ്റ് ചെയ്ത് കുട്ടികളും പാരൻസും തമ്മിൽ ഭയങ്കര അവിടെ താമസിക്കാൻ വരുന്നവർക്ക് ഈ കുട്ടികളെ കണ്ടുകൊണ്ട് പോകണം ഇവർ അവിടെ ഇതിലേക്ക് വിടണം, അല്ലെങ്കിൽ കുട്ടികളെ തനിച്ചങ്ങോട്ട് വിടാൻ. അപ്പോൾ ആ ഏരിയ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ഇന്ന ഏരിയയിൽ ഇന്ന രീതിയിൽ അതിന് കണക്കായ ഏരിയക്ക് കണക്കായിട്ടുള്ള പ്ലേ എക്യുപ്മെൻ്റ് വെക്കാൻ പറ്റുള്ളൂ. ആ ഇതിന് കണക്കായിട്ടുള്ള സാധനമൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് വിത്തിൻ മന്തിനുള്ളിൽ തന്നെ അവർക്കത് മാനുഫാക്ചർ ചെയ്ത് ഞങ്ങൾ ഇൻസ്റ്റാളേഷൻ ടീം അവിടെ പോയി സെറ്റ് ആ ടീമിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ അടക്കം അത് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലാന്റുകൾ, ഫെൻസിങ് കാര്യങ്ങൾ ഇതൊക്കെ കസ്റ്റമർക്ക് നമ്മൾ കൺസൾട്ടിങ് കൊടുക്കും. ഇന്ന രീതിയിൽ ചെയ്യണം, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇയർലി ഒന്ന് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പോയിട്ട് ചിലപ്പോൾ ടച്ച് ചെയ്യുന്ന വശത്തൊക്കെ ചിലപ്പോൾ പെയിൻറ്റിങ് പോകും. പൗഡർ കോട്ടിങ് ആണെങ്കിലും ചിലപ്പോൾ പെയിൻറ്റിങ് ഒക്കെ പോകാം. അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഇതൊന്ന് പുത്തനായിട്ട് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ.